വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അദ്ദേഹം സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടും. അടുത്ത നിമിഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യും. ഇത് ഞാൻ പറയുന്നതല്ല, രാജേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞതാ. മോതിരത്തിനുള്ളിൽ വിഷം കരുതി വെച്ചിരിക്കുക. അദ്ദേഹം അത് ചെയ്യില്ലെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയാണ്, ചേച്ചി അദ്ദേഹത്തെ ശരിക്കും അറിഞ്ഞിട്ടല്ല സ്നേഹിച്ചതെന്ന്. അമ്മോ, നീ പറയുന്നൊക്കെ സത്യമാണോ? വിഷം കരുതിയാണോ സഞ്ജു കതിർമണ്ഡപത്തിൽ കയറുന്നേ? കൂട്ടുകാരന്റെ ആത്മമിത്രല്ലേ, വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ രാജേട്ടനെ വിളിക്ക. ഫോണിലൂടെ സഞ്ജു അമ്മയാണെന്ന് കരുതി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാ വ്യക്തമായത്. പെരുവണ്ണാപുരത്ത് അമ്മയാണേ സത്യം. ഞാൻ പറഞ്ഞതൊക്കെ സത്യോ? ചേച്ചിയുടെ പിടിവാശി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മരണവും കതിർമണ്ഡപത്തിൽ വെച്ച് ഒരു പെണ്ണിന്റെ വൈദവ്യവുമാണ്. വിധവയായിട്ടായിരിക്കും സഞ്ജന ഇവിടുന്ന് പോവാ. സ്വാതി, വലിയ ദുരന്തങ്ങൾ അരങ്ങേറാൻ പോകുന്നു. സഞ്ജു ആത്മഹത്യ ചെയ്താൽ മംഗലശ്ശേരി കുടുംബത്തിൽ പിന്നെ ആരും ഉണ്ടാവില്ല. അവരെയല്ലേ എനിക്കറിയാം. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന പാപചിന്തയിൽ സ്വാതിക്ക് ഇനിയുള്ള കാലം കുറ്റബോധത്തിന്റെ ഉമിത്തിയിൽ നേറി ജീവിക്കേണ്ടി വരും. ലച്ചുവിനെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആ അറിവ് വെച്ച് പറയാ, ചേച്ചി ഒന്ന് എഴുന്നേൽക്കാൻ അവള് സകല ശക്തികളോടും പോരാടിയത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ വിവാഹമല്ലാതെ ലച്ചുവിന്റെ മുന്നിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിനവള് അഖണ്ഡജ്യോതി വരെ ശിരസിലേറ്റി. എങ്ങനെയാ സ്വാതിക്ക് അവളുടെ മുഖത്ത് നോക്കി അതിന് പറ്റില്ലെന്ന് പറയാൻ കഴിയുന്നത്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. എന്റെ മനസ്സൊന്നറിയാം. നിങ്ങൾ എന്താ ഒരു നിമിഷത്തേക്കെങ്കിലും എന്റെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിക്കാതെ പോകുന്നത്? എന്തൊക്കെ പ്രതീക്ഷകളോടെയാ മകളുടെ കല്യാണം നടത്താൻ ഒരു കുടുംബം വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്നത്? ആ പെൺകുട്ടിക്കുമില്ലേ ഒരു മനസ്സ്? കതിർമണ്ഡപത്തിൽ നിന്ന് അവളെ മുറിവേൽപ്പിച്ചു വിട്ട ഞാൻ എന്താ നേടാൻ പോകുന്നത്? അവളുടെ കണ്ണീര് വീണ കതിർമണ്ഡപത്തിൽ വെച്ച് എനിക്ക് എങ്ങനെ ആ താലി ഏറ്റുവാങ്ങാനാവും? സഞ്ജനയും സ്വാതിയും പെണ്ണ് തന്നെയാ, പെണ്ണിന്റെ പ്രതിരൂപം. എല്ലാം അമ്മൂന് അറിയാവുന്ന കാര്യമാ. ഒഴിഞ്ഞു പോയ സഞ്ജനയെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോഹങ്ങൾ നൽകിയത് ഞാനാ. എന്നും വാക്കിനും പ്രവൃത്തിക്കും വില കൽപ്പിച്ചിട്ടുള്ളവളാ സ്വാതി. ഞാനത് പാലിക്കാനാ ശ്രമിക്കുന്നത്.
സഞ്ജു ആത്മഹത്യ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ സച്ചി വിവാഹ സ്ഥലത്തേക്ക് ചെല്ലണം. സഞ്ജുവിനെ അതിൽ നിന്ന് തടയാൻ സച്ചിക്കല്ലാതെ വേറെ ആർക്ക് കഴിയും? മറച്ചു വെക്കാതെ സച്ചി അത് എല്ലാരോടും പറയണം. മതി, നിർത്ത്. എനിക്കറിയേണ്ടത് ചേച്ചി വരൂ ഇല്ലയോന്നാ. ഇതെന്റെ അവസാനത്തെ ചോദ്യം. എനിക്കതിന് കഴിയില്ല മോളെ. നീ ഭയപ്പെടും പോലെ സഞ്ജു ജീവൻ ഒടുക്കില്ല. ജീവൻ ഒടുക്കില്ല പോലും. അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു ഭീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യല്ല. അദ്ദേഹം ചെയ്യാൻ പോകുന്നത് പ്രാണത്യാഗോ, ജീവനെ പോലെ സ്നേഹിച്ചവൾക്ക് മുന്നിലുള്ള ആത്മബലി. അതുകൊണ്ട് തൃപ്തി അടഞ്ഞു. ഇനി ഞാനെതിരെ ചേച്ചിയുടെ കൂടെ ജീവിക്കണം. എനിക്ക് ചേച്ചിയെ വേണ്ട. എനിക്ക് ആരുമില്ല. എനിക്ക് ആരും വേണ്ട. ശാപം കിട്ടിയ ജന്മമായി പോയി എന്റേത്. ഇനി ഒരു കാലത്ത് നമ്മൾ തമ്മിൽ കാണില്ല. ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം. മോളെ, അമ്മു, ഞാൻ പോവാ. അമ്മു, മോളെ. അമ്മു, പോവല്ലേ. ഗോവിന്ദ്, സച്ചി, അവളെ വിളിച്ചോണ്ട് വാ. എന്റെ ജീവനാ പോയത്. അമ്മു. സ്വാതി സമ്മതം മൊഴിന്ന് കേൾക്കാതെ അവൾ തിരിച്ചു വരില്ല. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? അതിനെനിക്ക് എങ്ങനെ കഴിയും? എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഗോവിന്ദ് അവളോട് പറ. അപ്പോ സ്വാതി തീരുമാനം മാറ്റാൻ പോകുന്നില്ല. അമ്മോ. എന്തിനായിരുന്നു അമ്മു ആ രഹസ്യം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്? എല്ലാം ഞാൻ തുറന്നു സംസാരിച്ചല്ലേ. നീ എന്നെയും കൂട്ടി പെരുവണ്ണാവൂരത്ത് ദേവിയുടെ മുന്നിൽ പോകേണ്ട എന്താവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങളോട് ഇതാരാ പറഞ്ഞത്? പെരുവണ്ണാവൂരത്തമ്മ. അതിനുവേണ്ടിയല്ലേ ദേവി എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്? ദയവായി നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി ഞാൻ മരിച്ചു പോവും. ഞാൻ പറയാം. ഒരു സഹായം ചെയ്തിട്ട് സഞ്ജു ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രതിഫലം ചോദിക്കുക. ഞാൻ നിന്റെ കഴുത്തിലെ കെട്ടിയ താലിക്ക് പകരമായി എന്തെങ്കിലും സഹായം നിനക്ക് എന്നോട് ചെയ്തു തരാൻ കഴിയുമെങ്കിൽ മുഹൂർത്തത്തിന് മുൻപ് നീ സ്വാധീനം കൊണ്ട് ഈ കതിർ മണ്ഡപത്തിൽ വന്നിരിക്കും. ഇത് മറ്റൊരാൾ അറിഞ്ഞ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ എന്റെ ചേച്ചിയുടെ മുന്നിൽ ഒരു പിടിച്ചാരമായി വീഴും. അമ്മുവിനെ കുറിച്ച് എല്ലാം അറിയുന്നവനല്ലേ ഞാൻ. നീ എത്രമാത്രം പരിശുദ്ധിയുള്ളവളാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ അറിഞ്ഞ വിവരങ്ങൾ ആരോടും പറയില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ നിനക്ക് ഭർത്താവല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ അയാളെ ഈശ്വര തുല്യം കാണുന്നു. അമ്മു, നിന്നെപ്പോലൊരു പെണ്ണ് ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. നീ സത്യങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരോടും പറയില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ നഷ്ടമാക്കി എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ദയവായി നീ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇന്നൊരു ഭർത്താവാണ്. ഒരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിച്ച അവളോട് നീതി പുലർത്തുകയാണ് ഉത്തമനായൊരു പുരുഷൻ ചെയ്യേണ്ടത്. ആ നീതി സഞ്ജു കാണിച്ചോ? അന്ന് നടന്നതൊരു വിവാഹമേ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഞാൻ എവിടെയൊക്കെ നോക്കി? നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിന്ന് പോട്ടെ. ലച്ചു എവിടെ പോകാൻ? ലച്ചു എങ്ങും പോകുന്നില്ല. ഇല്ല, ചേച്ചിയുടെ മുന്നിലേക്ക് ഞാൻ ഇനി വരില്ല. നിങ്ങൾ ആരും എന്നെ അതിന് നിർബന്ധിക്കാൻ വേണ്ട.
ചേച്ചി ഒന്ന് എഴുന്നേൽക്കാൻ അവള് സകല ശക്തികളോടും പോരാടിയത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ. അതിനവള് അഖണ്ഡ ജ്യോതി വരെ ശിരസിലേറ്റി. എനിക്കറിയേണ്ടത് ചേച്ചി വരൂ ഇല്ലയോ എന്നാ. ഇതെന്റെ അവസാനത്തെ ചോദ്യം. ഇനി ഒരു കാലത്ത് നമ്മൾ തമ്മിൽ കാണില്ല. ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം. ഞാൻ പോവാ. അമ്മോ, അമ്മോ, മോളെ നീ പോവല്ലേ. അമ്മോ, തിരിച്ചു വാ അമ്മോ. പോയാരും കാണുന്നില്ലല്ലോ അമ്മോ. സ്വാതി, നിന്റെ പേര് പോലും സ്വീറ്റാ. നീ ഇപ്പോ എന്റെ ഈ വിരലിലെ മോതിരത്തിനുള്ളില. അത് നീ തന്നെയാ. നിന്നിലേക്ക് ഞാൻ അലിയാൻ ഇനി കുറച്ച് സമയം മാത്രം. ഞാൻ ഹാപ്പിയാണ് സ്വാതി. നമ്മുടെ പ്രണയം എന്നും അനശ്വരമാണ്. എത്രയോ പ്രണയ നിമിഷങ്ങൾ കാലം നമ്മളിൽ കുഴിച്ചിട്ടു. നീ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏത് ലോകത്ത് പോയാലും ഞാനത് കൈവിടില്ല. നിനക്ക് കാലുകൾ നഷ്ടമായാൽ പോലും എനിക്കതൊരു വിഷയമേ അല്ല. ഞാൻ പ്രണയിച്ചത് നിന്റെ മനസ്സിനെയാ. നിനക്കറിയാലോ,
നിന്റെ ശരീരം മോഹിച്ച് നിന്നെ ഞാനൊന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. നിന്നോട് ഞാൻ മറച്ചു വെച്ചത് ഒന്ന് മാത്രം സ്വാതി. നിരാലംബയായ ഒരു പെൺകുട്ടിയെ ഞാൻ രക്ഷിച്ചത്. ആ തെറ്റ് ഞാൻ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. അവൾ നിനക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല സ്വാതി. നീ വരുക സ്വാതി. നീ എവിടെയാ? കതിർ മണ്ഡപത്തിലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇവിടുത്തെ ആചാരങ്ങളൊന്നും എനിക്കറിയില്ല. നമ്പീശനതൊക്കെ വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞു. ആ, കലവറയിലെ കാര്യങ്ങളൊക്കെ എന്തായി? അവിടെയെല്ലാം ഓക്കെയാണ്. വിവാഹത്തിന് മുൻപ് വേണമെങ്കിൽ ഒരു പന്തി ഇല വെക്കാം. അയ്യോ, ഇനി അതിനുള്ള സമയമില്ല. കല്യാണം കഴിയട്ടെ. ആ ആ ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്ന് വിശ്വസിക്കുമ്പോഴും മനസ്സ് ശാന്തമാവണമെങ്കിൽ താലികെട്ട് കഴിയണം. ഇനി ഒരു ആശങ്കയും വേണ്ട ഗൗരി. മുഹൂർത്തത്തിന് സമയമായില്ലേ? വർമ്മ സാറിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയാൽ പിന്നെ എന്റെ ജന്മം ഈ നാട്ടിൽ കെട്ടടങ്ങേണ്ടി വരും. ഇനി എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിക്കണമെങ്കിൽ അമ്മു ഇവിടെ വരണം. സഞ്ജു അവൾക്ക് ആരാണെന്ന് പറയണം. അതൊരിക്കലും സംഭവിക്കില്ല. നമുക്കിത് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ? നീ സന്തോഷത്തിൽ നിൽക്ക്. ആ ഹലോ ഹരീഷ് വന്നേ. അതെ, എന്റെ ഫ്രണ്ടാ. വാ അങ്ങോട്ടിരിക്കാം. കാഞ്ചനയും പ്രഭയും എവിടാന്ന് പോലും നമുക്കറിയില്ല. അവള് വീട് വിട്ടുപോയി 27 വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുടുംബത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വിവാഹം. കാവേരിയുടെ വിവാഹത്തിനോ അവള് വന്നില്ല. കുടുംബത്തിലേക്ക് അവള് തിരിച്ചു വന്നിട്ട് നടക്കുന്ന വിവാഹത്തിനും അവളും പ്രഭയും ഇല്ല. അതൊന്നും ഓർക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അമ്മേ. 2 മക്കളെ പോലെ ശ്രീകുട്ടി അമ്മുവും മംഗലശ്ശേരിയിലേക്ക് ഒന്നിച്ചു വന്നത്. അവരും ഈ ചടങ്ങിന് ഇല്ലാതെ പോയി. പാവ അമ്മു സഞ്ജുവും ശ്രീകുട്ടിയും തമ്മിലുള്ള കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവള് തന്നെ. പോകാൻ നേരം സഞ്ജുനോട് അവള് നടത്തിയ വെല്ലുവിളി ഇപ്പോഴും മനസ്സിൽ തന്നെയുണ്ട്. ശ്രീകുട്ടിയെ നടത്തിച്ചു കൊണ്ടുവരുമെന്നല്ലേ അമ്മ പറഞ്ഞിട്ട് പോയത്? അത് വല്ലോ നടക്കുന്ന കാര്യമാണോ ശ്രീദേവി? അവളുടെ ഉള്ളിലെ പെടച്ചില് കൊണ്ട് പറഞ്ഞു പോയതാ. ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അമ്മുനെ ആരും തള്ളിക്കളയണ്ട. ശ്രീകുട്ടിക്ക് വേണ്ടി മരിക്കാനും അവള് തയ്യാറാ. അല്ല, അപ്പൊ കാവേരി പറയുന്നത്
അമ്മു ശ്രീകുട്ടിയായിട്ട് വരുമെന്നാണോ? താലികെട്ട് കഴിയും വരെ അവര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ആർക്കാ എന്താ പ്രതീക്ഷിക്കാൻ പറ്റാത്തത്? ദേവേച്ഛ പോലെ എല്ലാം നടക്കും.